ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അമ്മേ വിനുവങ്ങള് പറഞ്ഞത്? ജഗൻ അത് ചെയ്യില്ലെന്നും ആരോ ജഗനെ ചതിച്ചതാണെന്നോ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, സാറ് ഫോണിൽ കൂടി വീട്ടുജോലിക്കാരുടെ കാര്യം പറയുന്നത് കേട്ടായിരുന്നു. എനിക്ക് നന്നായി വീട്ടുജോലികൾ ചെയ്യാൻ അറിയാം സാർ. ആ ജോലി എനിക്ക് തന്ന വലിയ ഉപകാരമായിരുന്നു. ഇവളെന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. ഇവള് വർഷ തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാല് വർഷ അല്ല എന്നറിയാത്ത രീതി തന്നെ പെരുമാറാം. സാറെന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അല്ല, നീ ഇപ്പൊ അമ്മ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എന്റെ ജീവൻ രക്ഷിച്ച കുട്ടിയല്ലേ. ആദ്യം നമുക്കേ എന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം. എന്നിട്ട് വീട്ടുജോലിയുടെ കാര്യം ആലോചിക്കാം. അന്ന് വണ്ടി കയറി. അതുവരെ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല സാർ. കൊച്ചൻ, നീ ആദ്യം വണ്ടി കയറ്. നമുക്ക് വഴിയുണ്ടാക്കാം. വണ്ടി കയറി. മോനെ, അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്നെ പോലീസുകാര് വിട്ടയച്ചോ? അവര് നിന്നെ ഉപദ്രവിച്ചോ? മോനെ, നീ വന്നല്ലോടാ. നിനക്ക് വരാതിരിക്കാൻ പറ്റില്ല. നീയേ എന്റെ അമ്മയുടെ പേരക്കുട്ടിയാ. അമ്മയുടെ ഊന്നുവടിയേ. ആ അമ്മയുടെ പ്രാർത്ഥന അങ്ങ് മുകളിലിരിക്കുന്ന മഹാകോടതി വരെ കേൾക്കും. നിന്നെ ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിലും നീ ഇവിടെ തന്നെ തിരിച്ചു വരുമെന്ന് അറിയാമായിരുന്നു. ആശ്വാസമായി. നീ എന്തു പണിയാ മോനെ ഈ കാണിച്ചത്? ഒരു വാക്ക് പോലും പറയാതെ നീ എവിടേക്കാ പോയത്? എന്തിനാ പോലീസ് നിന്നെ പിടിച്ചത്? നീ എന്തിനാ മോനെ കുറ്റം സമ്മതിച്ചത്? എന്താ ചന്ദ്രുവൻ പറയുന്നത്? ആള് മാറി അറസ്റ്റ് ചെയ്തെന്നാ പറയുന്നത്. ഓ ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ആരുടെയോ ഭീഷണിയെ ഭയന്ന് നീ പോലീസിന് പിടികൊടുത്തതാ. ആരാ നിന്നെ ഭീഷണിപ്പെടുത്തിയത്? ആരെയാ നീ ഭയക്കുന്നത്? മോനെ, നിന്നെ ആരാ രക്ഷപ്പെടുത്തിയത്? പറ. അമ്മേ, ദേ വിനു അങ്കിൾ. വന്ദനെ താലി കെട്ടിയ ആളെ രക്ഷപ്പെടുത്തിയെന്നാ പറയുന്നത്. ജഗനോ? എന്തായാലും നന്നായി. ഞാനും ചന്ദ്രുവും ജഗനോട് അത്രയ്ക്ക് കെഞ്ചി പറഞ്ഞു. പരോപകാരിയും മനുഷ്യത്വമുള്ളവനും ആ ജഗൻ.
നമുക്ക് അമ്മയെ പോയി കാണാം. ചലിക്കാനും നാക്കെടുക്കാനും കഴിയില്ലെങ്കിലും എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. നിന്നെ പോലീസ് പിടിച്ചെന്ന് മനസ്സിലാക്കി മനസ്സുരുകി കിടക്കുക അമ്മ. മോനെ, നമുക്ക് അകത്തു പോയി അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാം. വാ മോനെ. അച്ഛാ, ആ, എനിക്ക് വിനുവേട്ടനോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. ആയിക്കോട്ടെ മോളെ. ചന്ദ്രു, വിനു വന്ന കാര്യം നമുക്ക് അമ്മയെ അറിയിക്കാം. വാ. ആ. വിനുവേട്ടാ, വിനുവേട്ടാ, രാജീവ് സാറിന്റെ മരണത്തിന് ഉത്തരവാദി ജഗനാണെന്ന് വിനുവേട്ടന് മനസ്സിലായല്ലോ. എന്താ അമ്മേ വിനുവങ്ങള് പറഞ്ഞത്? ജഗൻ അത് ചെയ്യില്ലെന്നും ആരോ ജഗനെ ചതിച്ചതാണെന്നുമാ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? വന്ദനമ്മേ, ജഗനങ്ങള് പാവ. വന്ദനമ്മേ, ജഗനങ്ങള് ആരെയും ഒന്നും ചെയ്യില്ല. അങ്കിളിന് ദിയമ്മൾക്ക് വലിയ ഇഷ്ടവാ. ഇരിക്കെ. കുറച്ചു മുമ്പ് വീട്ടിൽ നിന്ന് ആഹാരം തരാന്ന് പറഞ്ഞിട്ട് ഈ റെസ്റ്റോറന്റിൽ കയറിയതെന്തിനാ? അതേ, ഒരാൾക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആഹാരം കൊടുക്കേണ്ടത്. ഇവിടുന്ന് കാർ ഓടിച്ച് വീട് വരെ പോകുമ്പോഴേക്കും വർഷയുടെ സോറി അമ്മുവിന്റെ വിശപ്പ് കെട്ടുപോകും. അതാണ് ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞത്. എന്ത് വേണം സാർ? വർഷയ്ക്ക് സോറി, അമ്മൂന് എന്താ കഴിക്കാൻ വേണ്ടത്? എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്നും കഴിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു ഫ്രൈഡ് റൈസ് മിക്സഡ്, പിന്നെ രണ്ട് മാംഗോ ജ്യൂസ് മതിയോ? ശരി. അല്ല, സാറ് കഴിക്കുന്നില്ലേ? ഓ, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ ഇറങ്ങിയത്. പിന്നെ തനിക്കൊരു കമ്പനിക്ക് വേണ്ടി ഞാൻ ജ്യൂസ് കഴിച്ചേക്കാം. വിശപ്പ് എനിക്കല്ലല്ലോ, തനിക്കല്ലേ? അത്ര മതി. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം.